Good morning, students. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ഇവാലുവേഷൻ മെത്തേഡാണ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് രണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കൺവെൻഷണൽ മെത്തേഡ്സ് ഉണ്ട്. അതായത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന രണ്ട് മെത്തേഡ്സ് ഉണ്ട്. നിങ്ങളുടെ സിലബസിലൊന്നും ഇല്ല, നിങ്ങളുടെ ടെക്സ്റ്റിലും ഇല്ല, ബട്ട് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ബെഞ്ച്മാർക്ക് കമ്പാരിസൺസ്. First one is benchmark comparison. The most straightforward conventional method involves comparison of the performance of investment portfolio against the broader market index. അതായത് നമ്മളൊരു മാർക്കറ്റ് ഇൻഡെക്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോനെ കമ്പയർ ചെയ്യും. അതിനെയാണ് ബെഞ്ച്മാർക്ക് കമ്പാരിസൺ എന്ന് പറയുന്നത്. The most widely used market index is a United States is the S&P 500 index ആണ്. അതായത് S&P എന്ന് പറയുന്ന 500 കമ്പനീസിൻ്റെ ഷെയർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സിനെ വെച്ചിട്ടാണ് നോർമലി നമ്മൾ ഈ കമ്പാരിസൺ നടത്തുന്നത്. വിച്ച് മെഷർ ദി പ്രൈസ് മൂവ്മെൻറ്റ് ഓഫ് 500 US സ്റ്റോക്ക് കമ്പനി compelled by the Standard and Poor's corporations. ഈ ഒരു S&P എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ദേ ആർ മെയിൻറ്റെയിനിങ് ദിസ് സ്റ്റോക്ക്. And on the basis of this index we are compare ചെയ്യുന്നു. If the return of the portfolio exceeds that the benchmark index measured during identical time, then the portfolio is said to have been beaten. The benchmark index ne beaten ചെയ്തു എന്ന് നമ്മൾ പറയും. While this type of comparison with a passive index is very common in the investment world, it create a particular problem. ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്സ് ബെഞ്ച്മാർക്ക് കമ്പാരിസൺ തന്നെയാണ്. അപ്പം അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് കൺസിഡർ ചെയ്യുന്നില്ല. ഒരു ഇൻഡെക്സിനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് പോർട്ട്ഫോളിയോ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ക്ലിയർ ആയില്ലേ. നമ്മളിവിടെ റിസ്ക് കൺസിഡർ ചെയ്യും. മേ നോട്ട് ബി സെയിം ആസ് ദി ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് പോർട്ട്ഫോളിയോ. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ റിസ്ക്കും ഈ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡിൻ്റെ ഇൻഡെക്സും എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. അപ്പോൾ ഈ ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് സെയിം ആയിരിക്കില്ല. അപ്പോൾ അവിടെ റിസ്കിനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഹിയർ നമ്മൾ റിസ്ക് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് ബെഞ്ച് മാർക്ക് കമ്പാരിസൺ. അപ്പോൾ ഇതാണ് കോമൺലി യൂസ്ഡ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ 2 ടോപ്പിക് എടുത്തപ്പോൾ പറഞ്ഞു അത്ര കോമൺലി യൂസ് ചെയ്യുന്ന അല്ല ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബെഞ്ച് മാർക്ക് കമ്പാരിസൺ. Next, style comparison. It's a style comparison and the second conventional method of performance evaluation called style comparison. Comparison of return of a portfolio with a similar investment style. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പല ടൈപ്പ് ഓഫ് സ്റ്റൈലുകളുണ്ട്. ആ സ്റ്റൈലിന് ഏത് സ്റ്റൈലിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റൈലിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. While there is many investment, one commonly used approach classifies investment style are value versus growth. നമ്മൾ വാല്യൂ വേഴ്സസ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. ദി വാല്യൂ സ്റ്റൈൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കമ്പനീസ് ദാറ്റ് ആർ കൺസിഡർ അണ്ടർ വാല്യൂഡ് ഓൺ ദി ബേസ് യാർഡ് സ്റ്റിക്ക്. അതായത് വാല്യൂ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂവിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ഒരു യാർഡ് സ്റ്റിക്ക് മീൻസ് ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ കൂടിയോ കുറയോ എന്നാണ്. അതായത് ഒരു പ്രത്യേക സ്റ്റൈലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ പ്രൈസ് ഏർണിംഗ് ആൻഡ് പ്രൈസ് ടു ടോപ്പ് വാല്യൂ മൾട്ടിപ്ലൈസ്. The growth style portfolio invests in companies whose revenue and earnings are expected to grow faster than those of the average company. അപ്പം നമ്മൾ വാല്യൂ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളത് കമ്പനി ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പനീസിൻ്റെ വാല്യൂവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനീസ് അത്തരത്തിലുള്ള കമ്പനീസിൻ്റെ ഷെയറുകളിൽ ആയിരിക്കും. ബട്ട് ഗ്രോത്ത് സ്റ്റൈലിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ചില കമ്പനി ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടായിരിക്കും, അത്തരത്തിലുള്ള കമ്പനീസിൻ്റെ ഷെയറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സ്റ്റൈലിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ സ്റ്റൈലുമായിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസിന് എന്ത് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് സ്റ്റൈൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് കൺവെൻഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് ഡോളർ പെർഫോമൻസിലൊക്കെ കൂടുതലായിട്ട് മോസ്റ്റ് കോമൺലി നമ്മുടെ കോമൺ പേഴ്സൺസ് ഒക്കെ ഉപയോഗിക്കുന്ന 2 മെത്തേഡാണ് സ്റ്റൈൽ കമ്പാരിസണും അതുപോലെ. അപ്പം നെക്സ്റ്റ് നമ്മുടെ മെത്തേഡാണ് റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ് ഓഫ് എ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ. പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും
ഉപയോഗിക്കുന്ന മെത്തേഡാണ് റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ്. അതായത് നമ്മൾ പറഞ്ഞ കൺവെൻഷണൽ മെത്തേഡുകളിലൊന്നും റിസ്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമാണ് അവിടെ നടത്തുന്നത്. പക്ഷേ റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക്കും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഷാർപ്പ് റേഷ്യോ. നമ്മൾ കണ്ടതാണ് ഷാർപ്പ് മെത്തേഡ്. ഇപ്പോൾ ഷാർപ്പ് റേഷ്യോ ഹിയർ പോർട്ട്ഫോളിയോ നമ്മൾ പോർട്ട്ഫോളിയോ സെലക്ഷൻ മോഡലിൽ ഷാർപ്പിന്റെ മോഡൽ ഉണ്ടായിരുന്നു. പോർട്ട്ഫോളിയോ ഇവാലുവേഷനിലും എന്തുണ്ട്, ഷാർപ്പിന്റെ റേഷ്യോ ഉണ്ട്. ഷാർപ്പ് 1966 this ratio is introduced. This computes the risk premium of investment portfolio per unit of total risk of the portfolio. നമ്മൾ total risk of the portfolio വെച്ചിട്ട് എന്ത് ചെയ്യും, റിസ്ക് പ്രീമിയം ഓഫ് ഈ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഒരു റിസ്ക് പ്രീമിയം കാൽക്കുലേറ്റ്. നമ്മൾ റിസ്ക് പ്രീമിയം ഒക്കെ അവിടെ കണ്ടതാണ് എന്താണെന്നുള്ളത് അല്ലേ. RM മൈനസ് RF ആയിരുന്നു റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. അതേ സെയിം റിസ്ക് പ്രീമിയം തന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ദി റിസ്ക് പ്രീമിയം ഓൾസോ നോൺ ആസ് എക്സസ് റിട്ടേൺ. നമുക്കറിയാം നമ്മുടെ റിസ്ക് ഫ്രീ റേറ്റ് റിട്ടേണിന് എബോവ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് അല്ലേ. ഈസ് ദി റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ ലെസ് ദി റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് മെഷേർഡ് ബൈ ദി yield ഓഫ് എ ട്രഷറി ബിൽ സെക്യൂരിറ്റി അല്ലേ. ട്രഷറി ബിൽ സെക്യൂരിറ്റീസിന്റെ yield എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രഷറി ബില്ലിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, ഇല്ല അല്ലെ. 100% ഷുവർ ആണ് അതിന്റെ അല്ലെ, റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്. അപ്പോൾ ദി റിസ്ക് പ്രീമിയം ഈസ് നോൺ എക്സസ് റിട്ടേൺ, അധികമായി ഈസ് ദി റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോന്റെ റിട്ടേണിൽ നിന്ന് നമ്മൾ എന്ത് റിസ്ക് ലെസ് ചെയ്യണം, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് മെഷേർഡ് ബൈ ദി yield ഓഫ് എ ട്രഷറി ബില്ല് അല്ലെ. ട്രഷറി ബില്ലിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ട്രഷറി ബില്ലെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ട്രഷറി ബില്ലെന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ് ആണ്. നമുക്കറിയാം ട്രഷറി ബില്ല് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പറയുന്ന ആ റേറ്റിൽ എന്ത് ചെയ്യുന്നു, റിട്ടേൺ കിട്ടും. അവിടെ there is no risk അല്ലെ. The numerator compute the reward for investing risky portfolio of assets in excess of the risk-free rate of interest, while the denominator is the variability of return of the portfolio. In this sense, the Sharpe measure is also called the reward to variability ratio. It's also known as reward to variability ratio. അല്ലെ, നമുക്ക് reward to variability എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ടെന്നാണ് മെഷർ ചെയ്യുന്നത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ S is equal to RP minus RF divided by sigma P. RP എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളത് റിട്ടേൺ മൈനസ് RF. RF എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റിസ്ക് ഫ്രീ റേറ്റ് ഡിവൈഡഡ് ബൈ സിഗ്മ P അല്ലെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെ. അപ്പം നമ്മുടെ S എന്ന് പറഞ്ഞാൽ ഷാർപ്പ് റേഷ്യോയ്ക്കാണ് എസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിട്ട് ഉള്ളത്, ഷാർപ്പ് റേഷ്യോ തന്നെയാണ്. അപ്പോൾ ഹയർ നമ്മുടെ കൺക്ലൂഷൻ പറയുന്നത് ഹയർ ദി റേഷ്യോ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ദി ഹയർ ആണെങ്കിൽ, കൂടുതലാണെങ്കിൽ, ഇപ്പോൾ 66% എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ആണ് കിട്ടുന്നത്, നല്ലൊരു റേഷ്യോ ആണ്. ബെറ്റർ ദി പെർഫോമൻസ് ആൻഡ് ഗ്രേറ്റർ ദി പ്രോഫിറ്റ്. പ്രോഫിറ്റ് കൂടുതൽ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ തരുവാണ്, തന്നിരിക്കുന്ന പ്രോബ്ലം റേഷ്യോ തന്നിരിക്കുന്ന സെക്യൂരിറ്റി ബെറ്റർ ആണോ ഇല്ലയോ എന്നുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ ഹയർ ദി റേഷ്യോ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ബെറ്റർ ദി പെർഫോമൻസ് ആൻഡ് ഗ്രേറ്റർ ദി പ്രോഫിറ്റ് എന്നാണ് അസംഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹിയർ നമ്മൾ ഷാർപ്പിന്റെ റേഷ്യോ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ മോഡൽസ് പോർട്ട്ഫോളിയോ സെലക്ഷൻ മോഡലിൽ നമ്മൾ ഈക്വേഷനൊക്കെ പഠിച്ചിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റിസ്ക് ഫ്രീ റേറ്റും കൂടെ റിസ്ക് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നു. റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് എന്താണ്, എക്സസ് ഓഫ് ദി റിട്ടേൺ ഓവർ ദി റിസ്ക് ഫ്രീ റേറ്റ്. റിസ്ക് ഫ്രീ റേറ്റിന് മേലെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ്. അപ്പോൾ ഡിനോമിനേറ്ററും നോമിനേറ്ററും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ദി numerator capture the reward for investing in risky portfolio of the asset in excess of the risk-free rate. റിസ്ക് ഫ്രീ റേറ്റിന് എബോവ് ആയിട്ട് കിട്ടുന്നതിന്. ഇനി ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയാലും. അപ്പോൾ ഇതിവിടെ കാണാണ്ട് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ റിസ്ക് പ്രീമിയോടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഹിയർ വി ആർ കൺസിഡറിംഗ് ദി റിസ്ക് പ്രീമിയം ഓഫ് ദി പോർട്ട്ഫോളിയോ പെർ യൂണിറ്റ് ഓഫ് ടോട്ടൽ റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോ. ടോട്ടൽ റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസ്ക് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നു. റിസ്ക് പ്രീമിയം എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ കൺക്ലൂഡ് ചെയ്യാം, ഹയർ ദി റേഷ്യോ ബെറ്റർ ദി പെർഫോമൻസ് ആൻഡ് ഗ്രേറ്റർ ദി പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഇക്വേഷന് ചെറിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക്
ഏത് വെച്ചിട്ട് വേണം ഡിനോട്ട് ചെയ്യാം. നമുക്കിത് വെച്ചിട്ട് ഒരു പ്രോബ്ലം നോക്കാം. Sharpe ratio. If portfolio has a return of 12% and standard deviation 15%, then portfolio return 12% എന്ന് പറഞ്ഞാൽ RP അല്ലേ? RP എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്യാപിറ്റൽ ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്തിരുന്നത്. ഞാൻ അപ്പോൾ സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത്രയുള്ള ഡിഫറൻസ്. പിന്നെ എസ് എന്നാണ് ഞാൻ അവിടെ ഡിനോട്ട് ചെയ്തിരുന്നത്. ഇവിടെ SP എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ. ഷാർപ്പ് പോർട്ട്ഫോളിയോ എന്നുള്ളതാണ് പി വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിട്ട്. അപ്പോൾ പോർട്ട്ഫോളിയോന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 12% ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15% ആണ്, ദെൻ റിസ്ക് ഫ്രീ RF എന്ന് പറയുന്നത് 12% ആണ്. വാട്ട് ഈസ് ദി റേഷ്യോ? ഷാർപ്പ് റേഷ്യോ. അപ്പോൾ എന്ത് വരും? SP = RP. RP എന്ന് പറയുന്നത് 12%, 12 - 2, RF എന്ന് പറയുന്നത് 2 ആണ്, ഡിവൈഡഡ് ബൈ 15. സിഗ്മ എത്രയാണ്? 15 ആണ്. ദെൻ എത്ര വരും? 66.75. നല്ലൊരു റേഷ്യോ ആണ് അല്ലേ? എബോവ് 50% മേലെ പെർഫോമൻസ് ഉള്ള ഏകദേശം 70 അടുത്ത് 66% പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ലൊരു ബെറ്റർ ദി റേഷ്യോ ആണ്. അതായത് ബെറ്റർ പെർഫോമൻസ് ഇസ് പ്രൊവൈഡഡ് ബൈ ദിസ് പോർട്ട്ഫോളിയോ എന്നായിരിക്കും ഇതിന്റെ അസംഷൻ. അതായത് ഹയർ ദി റേഷ്യോ ആയിട്ട് കൂടുന്തോറും പെർഫോമൻസ് എങ്ങനെയായിരിക്കും? കൂടിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പം വേറെ നമ്മുടെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് പോർട്ട്ഫോളിയോ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ട്. AB എന്ന് പറയുന്ന രണ്ട് പോർട്ട്ഫോളിയോ, രണ്ടിൻ്റെയും മാർക്കറ്റ് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും റിസ്ക് ഫ്രീ റേറ്റും തന്നിട്ടുണ്ട്. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. P - RF ഡിവൈഡഡ് ബൈ സിഗ്മ. ഫസ്റ്റ് 0.20 അല്ലെങ്കിൽ നമുക്ക് 20 ഇട്ട് വേണമെങ്കിലും ചെയ്യാം. 0.10 ഡിവൈഡഡ് ബൈ 0.04 അല്ലെങ്കിൽ 20 - 10 ഡിവൈഡഡ് ബൈ 4 ഇട്ട് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജിൽ കാണിച്ചാൽ മതി. അപ്പം ഫസ്റ്റത്തെ 2.5 അല്ലേ? സെക്കൻഡ് പോർട്ട്ഫോളിയോയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 1.75. അപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് ഇതാണ്, 25% അല്ലേ? 2.5 എന്ന് പറയുന്നത് ഇതാണ് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പോർട്ട്ഫോളിയോ A ഈസ് ബെറ്റർ ദാൻ പോർട്ട്ഫോളിയോ B യെ കഴിഞ്ഞും ബെറ്റർ A എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ആണ്. റിട്ടേൺ കൂടുന്തോറും ബെറ്റർ ദി പെർഫോമൻസ് എന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഷാർപ്പിന്റെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഫോർ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻസ്. പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്. അതായത് ഹിയർ വി ആർ കൺസിഡറിങ് ദി റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോന്റെ റിസ്കും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, മറ്റേ നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് റിസ്ക് കൺസിഡർ ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ റിസ്കും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ. അപ്പം നമ്മുടെ രണ്ടാമത്തെ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ റിസ്ക് ടൈപ്പ് മെത്തേഡാണ് ട്രെയിനർ റേഷ്യോ എന്ന് പറയുന്നത്. ട്രെയിനർ റേഷ്യോ നിങ്ങളുടെ ടെക്സ്റ്റുകളുണ്ട്. റിവാർഡ് ടു വോളറ്റിലിറ്റി റേഷ്യോ. ദിസ് റേഷ്യോ ഇസ് ഓൾസോ നോൺ ആസ്. ബട്ട് ട്രെയിനർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട ഷോപ്പിൻ്റെ സെയിം മെത്തേഡാണ്, ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഹിയർ വി ആർ യൂസിങ് ദി ബീറ്റ. സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം നമ്മൾ ബീറ്റയാണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളതെന്ന് ഉള്ളൂ. ഓക്കെ, ദി ട്രെയിനർ റേഷ്യോ വാസ് ഡെവലപ്ഡ് ബൈ ദി ജാക്ക് Trainer, an American economist. The Trainer ratio was also known as reward volatility ratio. This ratio is also known as reward volatility ratio. Its performance metrics for determining how much excess return was generated for each unit of risk taken by the ഷാർപ്പിന്റെ പോലെ തന്നെ how much എത്ര എക്സസ് റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ട്. വി ആർ ടേക്കിംഗ് അഡീഷണൽ റിസ്ക്. നമ്മൾ അഡീഷണൽ റിസ്ക് എടുക്കുന്നതിന് എത്രത്തോളം അഡീഷണൽ എക്സസ് ആയിട്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടെന്ന് ത്രൂ ദിസ് റേഷ്യോയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സസ് റിട്ടേൺ ഇൻ ദി സെൻസ് റിഫേഴ്സ് ടു ദി റിട്ടേൺ ഏൺഡ് above the return that would have been earned the risk free return. അതായത് മാർക്കറ്റ് റിട്ടേണിന് എത്രത്തോളം, അതായത് റിസ്ക് ഫ്രീ റിട്ടേണിന് എബോവ് ആയിട്ട് നമ്മൾ എത്രത്തോളം ഏൺ ചെയ്യുന്നു. ഏണിംഗ് ഇൻ ദി റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് എബോവ് ദി റിട്ടേൺ കുഡ് ഹാവ് ബീൻ ഏൺ. മുകളിലായിട്ട് നമ്മൾ ഏൺ ചെയ്യും. റിസ്ക് ഫ്രീ റിട്ടേണിന് മേളിലായിട്ട് എത്രത്തോളം. ഓൾദോ ദർ ഈസ് നോ ട്രൂ റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ്. ആക്ച്വലി റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ട്രഷറിയിൽ ആർ ഓഫ്റ്റൻ യൂസ്ഡ് ടു റെപ്രസെന്റ് ദി റിസ്ക് ഫ്രീ റിട്ടേൺ ഇൻ ദി ട്രെയിനർ റേഷ്യോയിൽ. ഷാർപ്പിലും ട്രെയിനർ റേഷ്യോയിലൊക്കെ നമ്മൾ റിസ്ക് ഫ്രീ റിട്ടേൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ട്രഷറി ബില്ലിനെയാണ്.
ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നതാണ് റിസ്ക് ഇൻ ദി ട്രെയിനർ റേഷ്യോ റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് റിസ്ക്. ഹിയർ വി ആർ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് കൺസിഡർ ആസ് മെഷേർഡ് ബൈ പോർട്ട്ഫോളിയോസ് ബീറ്റ അല്ലെ. ബീറ്റ സിസ്റ്റമാറ്റിക് റിസ്കിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബീറ്റ മെഷർ ദി ടെൻഡൻസി ടു പോർട്ട്ഫോളിയോ റിട്ടേൺ ടു ചേഞ്ചസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ റിട്ടേൺ ഫോർ ഓവറോൾ മാർക്കറ്റ്. മാർക്കറ്റിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ അതനുസരിച്ച് പോർട്ട്ഫോളിയോയിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടെന്നാണ് നമ്മൾ ത്രൂ ബീറ്റയിൽ കൂടി എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബീറ്റ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ പോർഷൻ ആണ്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് റിട്ടേൺ 1 ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അത് വെച്ചിട്ട് ബീറ്റേനെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു പോർഷൻ നിങ്ങൾ കവർ ചെയ്യാനായിട്ട്. ബീറ്റ എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ബീറ്റ മെഷർ ചെയ്യുന്ന ടെൻഡൻസി ഓഫ് പോർട്ട്ഫോളിയോ ടു റിട്ടേൺ ചേഞ്ചസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ റിട്ടേൺ ഓവറോൾ മാർക്കറ്റ്. മാർക്കറ്റിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാകുന്നതനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാകുന്നത് ത്രൂ ബീറ്റയിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് റേഷ്യോയിലും നമ്മൾ റിവാർഡ് ടു വൊളാറ്റിലിറ്റി, എത്രത്തോളം റിവാർഡ് കിട്ടുന്നുണ്ട് വൊളാറ്റൈലായിട്ട് റേഷ്യോ ഈസ് പെർഫോമൻസ് മെത്തേഡ് ഡിറ്റർമൈനിങ് ഹൗ മച്ച് എക്സസ് റിട്ടേൺ കിട്ടുന്നുണ്ട് ഫോർ അഡീഷണൽ ടേക്കിംഗ് ദി അഡീഷണൽ റിസ്ക് ഇൻ പോർട്ട്ഫോളിയോ. ദാറ്റ് ഈസ് calculated through the Taylor ratio. ഇതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലോർക്കേണ്ട ഒരു പോയിന്റ്. ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത് T is equal to Taylor ratio is equal to RP minus RF divided by beta. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. RP is equal to portfolios റിട്ടേൺ ആണ്, RF റിസ്ക് ഫ്രീ റേറ്റ് ആണ്, ബീറ്റ പി എന്ന് പറഞ്ഞാൽ ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ ആവുന്നു. ക്ലിയർ ആയില്ലേ? സിമ്പിൾ ആണ്, രണ്ടും സെയിം ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് മറ്റേതിൽ ഉപയോഗിക്കുന്നത്, ഇവിടെ ബീറ്റയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൂ. അപ്പം പോർട്ട്ഫോളിയോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസിഷനിൽ എങ്ങനെയാണ് എത്തിച്ചേരുന്നതെന്ന് നോക്കാം. ഈ പോർട്ട്ഫോളിയോ ഹാസ് എ നെഗറ്റീവ് ബീറ്റ. നെഗറ്റീവ് ബീറ്റയാണ്, ഹവർ ദി റേഷ്യോ റിസൾട്ട് ഈസ് നോട്ട് മീനിങ് ഫുൾ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ബീറ്റയാണ് കിട്ടുന്നത്, നോ മീനിങ് ഫുൾ. ഇറ്റ്സ് എ പോസിറ്റീവ് ഓർ ഹയർ, കൂടി വരുന്ന റിട്ടേൺ, അതായത് പോസിറ്റീവ് റിട്ടേൺ ആണ്, ദാറ്റ് മീൻസ് മീനിങ് ഫുൾ ആണ്, കൂടുതൽ മീനിങ് ഫുൾ ആണ്. അങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക. ഷേപ്പിൻ്റെ മൂലം മോണക്ക് തന്നെയാണ്. ഹൗ ദി ട്രെയിൻ ഔട്ട് റേഷ്യോ വർക്ക്, എങ്ങനെയാണ് ഇത് ആക്ച്വലി നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുക. അൾട്ടിമേറ്റ്ലി ട്രെയിനർ റേഷ്യോ അറ്റംപ്റ്റ് ടു മെഷർ ഹൗ സക്സസ്ഫുൾ ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ടു ദി ഇൻവെസ്റ്റേഴ്സ് ഫോർ ടേക്കിംഗ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. അതായത് നമ്മൾ റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് എത്രത്തോളം കോമ്പൻസേഷൻ ഇൻവെസ്റ്റർക്ക് കിട്ടുന്നുണ്ടെന്നാണ് ത്രൂ ദിസ് റേഷ്യോയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ട്രെയിനർ റേഷ്യോ ഈസ് reliant upon a portfolio's beta, that is sensitivity of portfolio അല്ലെ. ബീറ്റ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ഓഫ് പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോനെ തൊട്ടറിയാൻ വേണ്ടിയിട്ട് എന്താണ് സെൻസിറ്റീവ്, എത്രത്തോളം സെൻസിറ്റീവ് ആണെന്ന് അറിയാൻ പറ്റും. of portfolio return to movement in the market or judge the risk movement, മാർക്കറ്റിലെ മൂവ്മെന്റ് അല്ലെങ്കിൽ റിസ്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം സെൻസിറ്റീവ് ആണ് നമ്മുടെ പോർട്ട്ഫോളിയോ. ബീറ്റ വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും എത്രത്തോളം സെൻസിറ്റീവ് ആണ് അല്ലെ. മാർക്കറ്റിന്റെ നമ്മൾ 1 ആയിട്ട് വെച്ചിട്ട് ആ 1 എന്ത് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്യും. ബീറ്റനെ എപ്പോഴും കമ്പയർ ചെയ്ത് നമുക്ക് എത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ത്രൂ ദിസ് റേഷ്യോയിൽ കൂടി. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ടെക്സ്റ്റിൽ കുറെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, സിമ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് 2 പ്രോബ്ലം ജസ്റ്റ് നോക്കിയാൽ മതി. ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇവിടെ പോർട്ട്ഫോളിയോ റിട്ടേൺ 12% ആണ്, ബീറ്റ 1.4 ആണ്, റിസ്ക് ഫ്രീ റേറ്റ് 2%, ട്രെയിനർ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ജസ്റ്റ് പുട്ട് ചെയ്താൽ മതി. 12 മൈനസ്, അതായത് RP മൈനസ് RF 2RF ഡിവൈഡഡ് ബൈ 1.4 ബീറ്റ, നമുക്ക് കിട്ടുന്നത് 7.14 ആണ്. ദെൻ അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2 സെക്യൂരിറ്റീസ് ആണുള്ളത്, 2 പോർട്ട്ഫോളിയോ ആണ്, എയും ബിയും. 2 സെക്യൂരിറ്റീസ് ഉള്ള 2 പോർട്ട്ഫോളിയോ. ദെൻ അതിന്റെ റിട്ടേണും ബീറ്റയും RF തന്നിട്ടുണ്ട്. ഇവാലുവേറ്റ് വിച്ച് പെർഫോം മോർ ബെറ്റർ, ഏതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫോം. ടെക്സ്റ്റിൽ തന്നെ ഇതിന്റെ ഇക്വേഷൻസ് പുട്ട് ചെയ്തിട്ടുണ്ട്. 0.2ഉം 0.14ഉം ആണ് നമുക്ക് കിട്ടുന്നത്. എ ആണ് കൂടുതൽ പെർഫോം ചെയ്യുന്നത് അല്ലെ. പെർസെൻറ്റേജിലോട്ട് മാറ്റുമ്പോൾ ഇത് 20%, ഇത് 14% ആണ്. സോ പോർട്ട്ഫോളിയോ എ ഈസ് ദി ബെറ്റർ, എ പെർഫോം ബെറ്റർ ദാൻ ബി. ട്രെയിനർ ഇൻഡെക്സ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. ബി എ കഴിഞ്ഞും എ ആണ് ഗ്രേറ്റർ വരുന്നത്.
ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ അടുത്തൊരു പ്രോബ്ലംസും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം 2 പ്രോബ്ലം അവിടെ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. റിട്ടേൺ തന്നിട്ടുണ്ട്, റിസ്ക് തന്നിട്ടുണ്ട്, RF തന്നിട്ടുണ്ട്, ബീറ്റ തന്നിട്ടുണ്ട്. Portfolio PQR, rank 3 portfolio with Taylor to index from the following ഉപയോഗിച്ചിട്ട് നമ്മളോട് ഇൻഡെക്സ് ചെയ്യാനാണ്, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്നത് 15, 13, 12, റിസ്ക് തന്നിട്ടുണ്ട് 16, 18, 11. ഇനി നമ്മളോട് RFഉം തന്നിട്ടുണ്ട്, BTയും തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ RP, നമ്മുടെ ഇക്വേഷൻ എന്ന TP = RP. റിട്ടേൺ എത്രയാണ്? ഫസ്റ്റത്തേതിൻ്റെ 15 മൈനസ് റിസ്ക് ഫ്രീ 7 ഡിവൈഡഡ് ബൈ ബീറ്റ എത്രയാണ്? 1.15. ദെൻ അങ്ങനെ മൂന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തത് ക്യൂവിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക. ക്യൂവിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് 4.8 ആണ് കിട്ടുന്നത്. അടുത്തത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന കിട്ടുന്നത് 5.55 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഏത് റാങ്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? 6 ആണ് ഫസ്റ്റത്തേത് അല്ലെ, 6, 4, 5. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഏറ്റവും കൂടുതൽ ഏതാണ്? 6.96. സെക്കൻഡ് 5.5 ആണ്. ഇത് 4.8 ആണ്. അതായത് പെർഫോമൻസ് പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? റാങ്കും കൂടുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, 12ാമത്തെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഷേപ്പും അതുപോലെ ട്രെയിനറും നമ്മൾ കണ്ടു. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പിൽ നമ്മൾ നോക്കുന്നത്, ഷേപ്പ് ഇൻഡെക്സിൽ നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇവിടെ ബീറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ, ബൈ.